ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. സോ നിഫ്റ്റി ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചലഞ്ചിൻ്റെ സെക്കൻഡ് ഡേ ആണ്. സോ ഡേറ്റ് 4th ഓഗസ്റ്റ് ആണെന്ന്. സോ നമുക്ക് ട്രേഡ് നോക്കാം. അതിന് അവിടെ ട്രേഡ് വരികയാണെങ്കിൽ 24,650 നമുക്ക് സെലക്ട് ചെയ്യാം. 24,650 പുട്ട് ഓപ്ഷൻ. ഓക്കെ, ഹൈ ടൈം ഫ്രെയിമിലൊക്കെ അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് താഴേക്ക് ഒരു എൻട്രി നോക്കാം. ഇതിലും സെലക്ട് ചെയ്ത് വെക്കാം. 24,650 പുട്ട് ഓപ്ഷൻ. ഓക്കെ, ആഡ് ചെയ്തു. 60 റുപ്പീസ്. ഓക്കെ, അതിൽ ബൈ കൊടുക്കാം. 650 ക്വാണ്ടിറ്റി, ഇൻട്രാഡേ, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ്, പിന്നെ മാർക്കറ്റ് ഓർഡർ. ഓക്കെ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മാർക്കറ്റ് നമ്മൾ എൻട്രി ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ടാപ്പ്. ഓക്കെ, അവർക്ക് അനലിൽ ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രേഡ് എടുക്കാം. പ്രീമിയം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 56.29 ആണ് നമ്മൾ ട്രേഡ് കിട്ടിയത്. 56.29 3 വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ട്രേഡ് കിട്ടിയത്. 6 പോയിൻറ്റ്സ് SL ആണ്. 6 പോയിൻറ്റ്സ് SL എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. അതായത് 30 പോയിൻറ്റ്സ് ടാർഗറ്റ് കിട്ടുമെന്ന് അറിയില്ല. ഇന്ന് ശരിക്കും നല്ലൊരു ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹെവി ഫാളും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം മാർക്കറ്റ് അപ്പ് സൈഡിൽ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയസ് ഒക്കെ ടാപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഡേ ഹൈയിൽ, പ്രീമിയം ഇന്നത്തെ ഡേ ഹൈയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ 30 പോയിൻറ്റ്സ് കിട്ടും. എക്സ്പയറി ഡേ ആയതുകൊണ്ട് വലിയൊരു മൊമെൻ്റൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നല്ലൊരു മൂവൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കിട്ടുമോ ഇല്ല എന്നുള്ളത്. ഇത് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി വന്നത്. അതിൽ SL ടാർഗറ്റ് നമുക്ക് ഡേലോ തന്നെ വെക്കാം. ശരിക്കും ഡേലോ അല്ല, അതിലും ഒരു ഹ്യൂജ് ഫാൾ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബട്ട് ഡേലോ ലിക്വിഡിറ്റിയിലേക്ക് ഇത്ര ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ടാർഗറ്റ് കൂട്ടി വെക്കുന്നില്ല, ഡേലോ തന്നെ വെക്കുന്നുള്ളൂ. ഡേലോ വെക്കുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇപ്പോൾ SLലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് നോക്കാം, SL അടിക്കുകയാണെങ്കിൽ 6 പോയിൻറ്റ്, അതല്ല ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഡേലോ വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ടാർഗറ്റാണോ SL ആണോ ഉള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ചെറിയൊരു ലോസ് റണ്ണിങ് ആണ്. ഒരു 1,200 റേഞ്ചിലൊക്കെ ലോസ് റണ്ണിങ് ആണ്. നമ്മളെ ഇന്നലത്തെ പ്രോഫിറ്റ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ക്യാപിറ്റൽ 2 lakh ആയിരുന്നു. ഇന്നലത്തെ 10,000 റുപ്പീസ് പ്രോഫിറ്റ് അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ. സോ ഇന്ന് പ്രോഫിറ്റ് ഇട്ടാണെങ്കിൽ വീണ്ടും ആഡ് ആവും. ഇന്ന് ലോസ് ആണെങ്കിൽ അത് കുറയും. പിന്നെ ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ SL അടിക്കാതെ ബ്രേക്ക് ഈവനിലേക്ക് തന്നെ കയറി വരുന്നുണ്ട്. ബ്രേക്ക് ഈവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. SL തൊട്ടടുത്ത് വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് കയറി വരുന്നതാണ്. അത് കയറി വരുമോ ഇല്ല എന്താണെന്നുള്ളത് അറിയില്ല. ഈ ട്രേഡിൽ SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 3,900 റേഞ്ചിലായിരിക്കും നമുക്ക് ലോസ് വരിക. ഓൾമോസ്റ്റ് 4,000 അടുത്തായിരിക്കും നമുക്ക് ലോസ് വരിക. അപ്പോൾ 1,000. ഓക്കെ, സോ ഏതായാലും ബാക്കി അങ്ങോട്ട് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം എന്താവും എന്നുള്ളത്. ഓക്കെ, ഓക്കെ, ആ ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം 3,000. ഓക്കെ, ഇവിടെ കാണാം 3,994 ആണ് നമുക്ക് ലോസ് വന്നത്. 4,000 അടുത്ത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഓർഡേഴ്സിൽ നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ്. ഓക്കെ, അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ്. 56-ലായിരുന്നു എൻട്രി, എക്സിറ്റ് 50-ലും. കറക്റ്റ് 6 പോയിൻറ്റ് ഒരു കോടിക്ക് കൂടുതൽ പോയിട്ടുണ്ടാവും. ചെറിയ സ്ലിപ്പേജും കാര്യങ്ങളൊക്കെ. ടൈം നോക്കുകയാണെങ്കിൽ 9:47 51 4 മിനിറ്റ് ആകെ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ നമുക്ക് 4,000 റുപ്പീസ് ലോസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ക്യാപിറ്റലും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രേഡ് SL അടിച്ചു. മാർക്കറ്റ് മേലേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് വേറെ ലിക്വിഡിറ്റി ഏരിയാസ് ഒന്നും കാണുന്നില്ല. ഏതായാലും ഡൗൺ സൈഡിലേക്ക് തന്നെ ട്രേഡ് നോക്കുന്നുള്ളൂ. കാരണം അപ്പ് സൈഡിൽ അത്രമാത്രം ലെവൽസൊക്കെ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ നെക്സ്റ്റ് ട്രേഡ് എടുക്കുകയാണെങ്കിലും ഡൗൺ സൈഡിലേക്ക് തന്നെ ആയിരിക്കും എടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ജേണലിലേക്ക് എഴുതി വെക്കാം.
ജേണലിലേക്ക് നമ്മളെ സ്ട്രൈക്ക് 24,600 ആണ്, അല്ല 650 ആണ്. സോ 24,650 പുട്ട് ഓപ്ഷൻ ജേണലിൽ എഴുതാം. പിന്നെ ഡേറ്റ് 4/3/4 4 യെസ്. എക്സലത്തെ പോലെ താഴേക്ക് വരുന്നൊന്നുമില്ല, നമുക്ക് മാനുവലി ഓരോന്ന് എഴുതി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊന്നും വലിയ പെടുത്തില്ല. സോ 4/8/26 സെക്കൻഡ് ട്രേഡ്, നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള സെക്കൻഡ് ട്രേഡാണ്. ടൈം നോക്കുകയാണെങ്കിൽ 9:47 9:51 9:47 എൻട്രി, 9:51 എക്സിറ്റും. ഓക്കെ, ഇനി ലോസ് 3,900 സംതിങ് ആണ്, 3,994 മൈനസ് ഇട്ട് കൊടുക്കാം. -3,994 മൈനസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സമ്മ് കിട്ടണമെങ്കിൽ മേലെ നിന്ന് സുകാര്യം കിട്ടും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൻ്റെ കംപ്ലീറ്റ് കിട്ടും. ആവറേജ് ദ സമ്മ് 6,198 ആണ് നമ്മുടെ ടോട്ടൽ. അപ്പോൾ മൈനസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് രണ്ടും സമ്മ് ചെയ്ത് ടോട്ടൽ വരും. എവിടേക്ക് ആഡ് ചെയ്യണം ആ എമൗണ്ട്, പക്ഷേ അവിടേക്ക് നമുക്ക് ഇന്നത്തെ കംപ്ലീറ്റ് ട്രേഡ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് കോളത്തിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ കളർ വേണേൽ മാറ്റി കൊടുക്കുക. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ പണ്ട് ജേണൽ എഴുതുന്ന സമയത്ത് ഗ്രീനും റെഡൊക്കെ കൊടുക്കാറുണ്ട്. സോ അതുപോലെയൊക്കെ ചെയ്തിടാം, വെറുതെ ഒരു രസം. പ്രോഫിറ്റ് വരുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങളൊക്കെ അത് മനസ്സിലാവും പെട്ടെന്ന്. ഇത് ലോസാണ്, ഇത് പ്രോഫിറ്റാണ്, ഓവറോൾ ഇത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോട്ടൽ മനസ്സിലാവും. അതേപോലെ ടോട്ടൽ PNL-ലും നമുക്ക് അതേപോലെ ചെയ്യാം. അത് ടോട്ടൽ PNL ഓവറോൾ ലോസിൽ വരികയാണെങ്കിൽ നമുക്ക് റെഡ് കൊടുക്കാം. ഇപ്പോൾ ഓവറോൾ പ്രോഫിറ്റിലായതുകൊണ്ട് അത് ഗ്രീൻ കൊടുക്കാം. ഓക്കെ, പിന്നെ അടിയില്ല, ഇത് നമുക്ക് ഒരു 1:5 അടിക്കുകയാണെങ്കിൽ എത്ര ടാർഗറ്റ് കിട്ടും എന്നുള്ളതാണ്. അതേപോലെ ഇത് SL അടിക്കുകയാണെങ്കിൽ എത്ര വരും എന്നുള്ളതാണ്, അതും കളർ കൊടുക്കാം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മളെ ജേണലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അതോടെ കിടക്കട്ടെ, നമുക്ക് അടുത്ത ട്രേഡിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അടുത്തൊരു ട്രേഡ് തൊട്ടടുത്തു നിന്നും ഈ ഏരിയയിൽ തന്നെ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡും കൂടെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ടാപ്പ് ചെയ്ത് നിൽക്കുന്ന ലിക്വിഡിറ്റി വെച്ചിട്ട് തന്നെ ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രിയും കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. എൻട്രി വരുമോ നോക്കാം, എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഏതായാലും ഇന്ന് ഡൗൺ സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പ് സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അത്രയും താഴെ പോയിട്ട് ഒരു ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ട് മേലേക്ക് വരുന്ന എന്തെങ്കിലും സൈൻസൊക്കെ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്പ് സൈഡിലേക്ക് എടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് തന്നെ ആയിരിക്കും ഞാൻ എൻട്രി നോക്കുന്നത്. സോ ഏതെങ്കിലും ഏരിയസൊക്കെ ടാപ്പ് ചെയ്തിട്ട് എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ഒരു ട്രേഡിങ് ഏരിയ കൂടെ റെഡി ആയിട്ടുണ്ട്. ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഏരിയ 24,639 റേഞ്ചിലേക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ മേലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. 24,639.6 ആണ്. അവിടേക്ക് എത്തുന്ന സമയത്ത് ട്രേഡ് എടുക്കുകയാണെങ്കിലും ഈ സെയിം സ്ട്രൈക്ക് തന്നെ മതി. സോ അതിൽ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. നമ്മൾ നേരത്തെ തന്നെ എടുത്ത അതേ സെയിം ഏരിയ തന്നെയാണ്. സോ ക്വാണ്ടിറ്റി ഒക്കെ നേരത്തെ അതേപോലെ തന്നെ 650 ക്വാണ്ടിറ്റി, ഇൻട്രാഡേ, കവർ ഓർഡർ, പിന്നെ മാർക്കറ്റ് ഓർഡർ, അതുപോലെ സ്റ്റോപ്പ് ലോസ് 6 points ഒക്കെ റെഡിയാണ്. സോ അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് അവിടേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ അതിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല, അടുത്ത ഒരു ട്രേഡും കൂടെ സെയിം സ്ട്രൈക്കിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ SL അടിച്ച് നിൽക്കുകയാണ്, ബട്ട് കുഴപ്പമില്ല. SL അടിച്ച് നിൽക്കുകയാണെങ്കിലും നല്ല എൻട്രി വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വരികയാണെങ്കിലും കുറേ ലേറ്റ് ആയിട്ട് വരികയാണെങ്കിലും എങ്ങനെയാണെങ്കിലും പ്രോപ്പർ എൻട്രിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എടുക്കാം. അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് നമ്മൾ എൻട്രി ഏരിയ ടാപ്പ് ചെയ്യാതെ അവിടെ തന്നെ നിന്ന് കളിക്കുകയാണ്. ഫസ്റ്റ് വരവിൽ ടാപ്പ് ചെയ്തു എന്ന് വിചാരിച്ചാണ്, പക്ഷേ അതിൻ്റെ അടുത്തേക്ക് വന്നില്ല. അവിടെ നിന്ന് തന്നെ തിരിഞ്ഞ് കളിക്കുകയാണ്. അവിടേക്ക് വരുമെന്ന് വിചാരിക്കാം. അവിടേക്ക് വന്ന് ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഇന്നത്തെ ഡേലോ വെക്കാം. ഡേലോയിലേക്ക് ഓൾമോസ്റ്റ് 50 points ഉണ്ട് സ്പോട്ടിൽ. 50 points പറഞ്ഞാൽ നല്ല സ്പൈക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം 40-45 points തന്നെ ഇതിൽ കിട്ടാൻ മതിയോ, പ്രീമിയത്തിൽ കിട്ടാൻ മതിയോ, ചിലപ്പോൾ 50 തന്നെ കിട്ടിയെന്ന് വരും. കാരണം എക്സ്പയറി ഡേ ആയതുകൊണ്ട് നല്ല ഹ്യൂജ് മൊമെൻ്റൊക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് ആദ്യം എൻട്രി വരണം. എൻട്രി വന്നില്ല, വെയിറ്റിങ്ങിലാണ്. നോക്കി നോക്കാം, ആ ലെവലാണ് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. 24,639.6 എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ടാർഗറ്റ് ഏരിയൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ബട്ട് നമുക്ക് എൻട്രി ഒന്നുമില്ല. എൻട്രി നമ്മൾ പ്ലാൻ ചെയ്ത് ഈ ഏരിയ എന്നാണ്. ഇനി അത് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. എല്ലാ കാര്യങ്ങളും റെഡി ആക്കി എൻട്രി എടുക്കാൻ വേണ്ടി ഫുൾ കാര്യങ്ങൾ സെറ്റാക്കിയിരുന്നതാണ്. ബട്ട് നമുക്ക് എൻട്രി കിട്ടിയില്ല. ഒന്ന് ബൈ അടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബട്ട്
കിട്ടിയില്ല. അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നു. അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞളിച്ച് നമ്മൾ ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ മാർക്കറ്റ് താഴേക്ക് തന്നെ പോകും. ഡേലോ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു പൊടിക്കൊടി കുറച്ച് പോയിൻറ്റ്സ് കൂടെ ഒന്ന് മേലെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നമ്മൾ ട്രേഡ് എടുക്കുമായിരുന്നു. ബട്ട് കിട്ടിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു എൻട്രി വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ലിക്വിഡിറ്റി ആയിട്ട് ടാപ്പ് ചെയ്യണം. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു പ്രീമിയത്തിൻ്റെ റേഞ്ചിൽ കിട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് 30 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയേനെ. അത്രയും മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. 30 പോയിൻറ്റ്സ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത്രയും പോയെന്ന് ആ എൻട്രി ഏരിയ തൊട്ടിട്ട് അവിടെ വരെ പ്രീമിയം നോക്കുകയാണെങ്കിൽ 30 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ 30 പോയിൻറ്റ്സ് കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് 20,000 റുപ്പീസ് ആയിരിക്കും പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. 19,500 ആയിരിക്കും ഇവിടെ, 19,500 ആയിരിക്കും കറക്റ്റ് 30 പോയിൻറ്റ്സ് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാം. അപ്പം 19,500 രൂപയാണ് ഇവിടെ അങ്ങനെ കിടക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ അത്രയും എമൗണ്ട് അവിടെ അങ്ങനെ ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സിൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു ട്രേഡ് മിസ് ചെയ്ത് അത്രയും പോയിൻറ്റ്സ് അവിടെ കിടക്കുന്ന സമയത്തും നമ്മൾ പാനിക് ആവുക അല്ലെങ്കിൽ എൻട്രി ചാടി കയറി അതിൻ്റെ നടുക്ക് ചെറിയ കൺസോൾട്ടേഷൻ കാണുന്ന സമയത്ത് ചാടി കയറി എടുക്കുക അങ്ങനെ ചെയ്യാനൊന്നും നിൽക്കരുത്. നമ്മൾ കൂളായിട്ടിരിക്കുക. എന്നിട്ട് അടുത്ത ട്രേഡിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എടുത്തതാണെങ്കിൽ SL അടിക്കുകയും ചെയ്യുക. SL ടിപ്പിൽ അടിച്ചിട്ടാണ് ടാർഗറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തൊരു എൻട്രി നമുക്ക് തന്നതുമില്ല. ഏതായാലും ഇപ്പോൾ ഡേലോ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഡൗൺ സൈഡിലേക്ക് തന്നെ പോകാനാണ് ഞാൻ ചാൻസ് കാണുന്നത്. മാർക്കറ്റ് ഇനിയും ബെയറിഷ് ആവാനാണ് ചാൻസ്. ബട്ട് താഴേക്ക് ഒരു എൻട്രി കിട്ടണമെങ്കിൽ ഇനി മാർക്കറ്റ് മേലേക്ക് വന്നിട്ട് മേലുള്ള അധികം ലിക്വിഡ് ചെറിയ ടാപ്പ് ചെയ്യണം. 2 ചെറിയ ഏരിയാസ് ഉണ്ട്. ഒന്ന് ഇവിടെ 24,620.75, പിന്നെ ഒന്ന് നല്ല മേലേക്കാണ് 24,647.65. അവിടെയൊക്കെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി നോക്കാം. പക്ഷേ അവിടേക്ക് ഒക്കെ വരുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഡൗട്ട്. മാർക്കറ്റ് നന്നായിട്ട് ബെയറിഷ് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് വീണ്ടും താഴേക്ക് തന്നെ പോകാനായിരിക്കും ചാൻസ്. അങ്ങനെയാണെങ്കിൽ പുതിയ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആവും. 5 മിനിറ്റിലൊക്കെ പുതിയ ഏതെങ്കിലും ഏരിയ ക്രിയേറ്റ് ആവേണ്ടി വരും നമുക്കൊരു ട്രേഡ് ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ അടുത്തൊരു ട്രേഡ് വരുന്നുണ്ട്. ഈ ഏരിയയാണ് ട്രേഡിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. 24,590.8 ആണ്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴേക്കൊരു ട്രേഡ് എടുക്കാം. ഓക്കെ, ടാപ്പ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാം. 24,600 പുട്ട് ഓപ്ഷനാണ് എടുത്തത്. മാർക്കറ്റ് കുറച്ച് താഴേക്ക് വന്നുകൊണ്ട് 44.3 നമുക്ക് എൻട്രി വന്നത്. എൻട്രി ഏരിയ നോക്കുകയാണെങ്കിൽ 43.3. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ട്രേഡ് കിട്ടിയത്. 43.3 6 പോയിൻറ്റ് SL. ഓക്കെ, 30 പോയിൻറ്റ്സ് ടാർഗറ്റ് കിട്ടുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. 30 പോയിൻറ്റ്സ് ഡേലോ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 30 പോയിൻറ്റ്സ് കിട്ടാനുള്ള കുറവാണ്. അതിൻ്റെ താഴെ ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 30 പോയിൻറ്റ്സിലേക്ക് എത്തുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അത്രയും നല്ലൊരു ഡൗൺഫാളിനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇതാവശ്യമില്ല, ഇത് ഒഴിവാക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത അപ്സൈഡുള്ള ലിക്വിഡിറ്റി ഏരിയസിലേക്കൊന്നും വന്നില്ല. ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ള 2 ലിക്വിഡിറ്റി ഏരിയസ് മുകളിലുണ്ട്. അതിലേക്കൊന്നും ടാപ്പ് ചെയ്യാൻ വന്നില്ല. ഞാൻ അപ്പോഴൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ടാപ്പ് ചെയ്യാൻ വരുമോ എന്നുള്ള ഡൗട്ടാണ്. ഇനി എൻട്രി വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ബെയറിഷ് ആവുകയാണെങ്കിൽ എൻട്രി വരണമെങ്കിൽ പുതിയ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ട് ട്രേഡ് കിട്ടേണ്ടി വരുന്നു. സോ ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ അടിയിൽ ക്രിയേറ്റ് ആയിട്ട് അത് ടാപ്പ് ചെയ്തിട്ടാണ് 1 മിനിറ്റിൽ നോക്കിയിട്ട് ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തത്. സോ ട്രേഡ് ചെറുതായിട്ടൊന്ന് പച്ച കത്തുന്നുണ്ട്. എന്താ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇത് നമ്മളെ ഫസ്റ്റ് ട്രേഡിൻ്റെയാണ്. 650 ക്വാണ്ടിറ്റി അത് സെല്ലായതാണ്. ഇതൊക്കെ സെക്കൻഡ് ട്രേഡ് 650 ക്വാണ്ടിറ്റി ബൈ ചെയ്തു, ഇനി സെല്ലായില്ല. ഓർഡേഴ്സൊക്കെ പെൻഡിങ് ആണ്. സോ 2 ട്രേഡും ഇവിടെ കാണാം. ഫസ്റ്റ് ട്രേഡ് ഒരു ബ്രേക്ക് ഈവൻ സെക്കൻഡ് ട്രേഡ് ഒരു ബ്രേക്ക് ഈവൻ റേഞ്ചിലാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട്. ഓക്കെ, ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കി അങ്ങോട്ട് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. ടാർഗറ്റാണോ SL ആണോ എന്താണെന്നുള്ളത്. സോ നമ്മളെ തേർഡ് ട്രേഡാണ് നമ്മൾ ചാലഞ്ച് തുടങ്ങിയതിന് ശേഷമുള്ള. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മുടെ സെക്കൻഡ് ട്രേഡും ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം 3,900 ആണ് നമുക്കതിൽ ലോസ് വന്നത്. കറക്റ്റ് 3,900 ആണ്. അതായത് 6 പോയിൻറ്റ് കറക്റ്റായിരിക്കും അടിച്ചിട്ടുണ്ട്. അതിൽ വേറെ സ്ലിപ്പേജോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. സോ ഇവിടെ കാണാൻ ഡീറ്റെയിൽസൊക്കെ
ഫസ്റ്റ് ട്രേഡിൽ 3994 സെക്കൻഡ് 3900 ലോസ് വന്ന് ഓൾമോസ്റ്റ് 8000 അടുത്ത് ടോട്ടൽ ലോസ് ഉണ്ട്. ഓർഡേഴ്സിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം, എൻട്രി എക്സിറ്റ് എല്ലാം. ഓക്കെ, സോ ടോട്ടൽ ലോസ് ഇവിടെ കാണാം. ഇത് ബ്രോക്കറേജൊക്കെ ഇവിടെ കൂട്ടി കഴിഞ്ഞാൽ 8000 ഒക്കെ വരാൻ മതിയും. 200 അല്ല, ബ്രോക്കറേജ് ഇന്ന് കുറവായിരിക്കും, ഇന്ന് എക്സ്പയറി ഡേ ആണ്ട് ചെറിയ പ്രീമിയം ഉള്ളതുകൊണ്ട് ബ്രോക്കറേജ് കുറവായിരിക്കും, അല്ല ടാക്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഓക്കെ, ഇനി സ്റ്റിൽ എൻ്റെ വ്യൂ ബെയറിഷ് തന്നെയാണ്. ഇനി പുതിയൊരു ട്രേഡ് വേണമെങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും വേറെ ലിക്വിഡിറ്റി ഏരിയാസ് ഒന്നും കാണുന്നില്ല. ഈ ഒരു ചെറിയ ലിക്വിഡിറ്റി ഏരിയൻ്റെ ബേസിലാണ് ഇപ്പോൾ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്തത്. ഇവിടെ കാണുന്ന 24,588.9 ടാപ്പ് ചെയ്ത ഡൗൺ സൈഡിലേക്ക് പോകേണ്ടതാണ്. പിന്നെ ഇത്രയും ഒരു മൂവ്മെൻറ്റ് വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒന്നും കൂടെ അവിടെ നിന്ന് കളിക്കുന്നത്. പിന്നെ ഒന്നും കൂടെ അവിടെ നിന്ന് കളിച്ചാലും വീണ്ടും താഴേക്ക് തന്നെ വരാനാണ് ചാൻസ് ഉള്ളത്. നോക്കി ഇതേ ഏരിയ തന്നെ ഒരു ട്രേഡും കൂടെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വേണമെങ്കിൽ ഒന്നും കൂടെ കൺസിഡർ ചെയ്യാം. പ്രോപ്പറായിട്ട് 1 മിനിറ്റ് നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് തന്നെ എടുക്കാം. അപ്പ് സൈഡിലേക്ക് ഏതാ ഇന്നിപ്പോൾ ഡയലോഗ് ടാപ്പ് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പ് സൈഡിലേക്ക് ഏതായാലും ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്യുന്നില്ല, ഓൺലി ഡൗൺ സൈഡ്. ഓക്കെ, വേണം നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഞാൻ അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ഇതും കൂടെ നമുക്ക് ജേർണലിലേക്ക് എഴുതി വെച്ചേക്കാം. 24,600 പുട്ട് ഓപ്ഷൻ തേർഡ് ട്രേഡാണ് നമ്മുടെ. ഡേറ്റ് സെയിം ആണ്, 4/8 അല്ലെങ്കിൽ വേണ്ട 4/8 നോക്കാം. മറ്റേ കോമട്ട് വെക്കാം, സെയിം ആണെന്ന് കാണിക്കാനുള്ള കോമല്ലേ. ഓക്കെ, എക്സലിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഡേറ്റ് തന്നെ എല്ലാത്തിലും എഴുതി വെച്ചാൽ സെയിം ഡേറ്റിന് 2-3 ട്രേഡ് ഉള്ളത് പെട്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടില്ല. ഇങ്ങനെ കോമട്ടൊക്കെ ആണെങ്കിൽ ഒരേ ദിവസം തന്നെ 2-3 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ എൻട്രീൻ്റെ ടൈം 11:07 ആണ്, 11:07. എക്സിറ്റ് 11:18. ഓൾമോസ്റ്റ് ഒരു 8-9-10-11 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 3,900 ആണ് നമുക്ക് ലോസ് വന്നത്. അതിൽ നമുക്ക് കളർ മാറ്റി റെഡ് കൊടുക്കാം. നമ്മൾ ടോട്ടൽ 3 ട്രേഡ് എടുത്തു ചലഞ്ച് തുടങ്ങിയതിന് ശേഷം. അതിൽ 2 SLഉം 1 ടാർഗറ്റാണ്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2,298 ആണ്. ഇനി ഒരു SLഉം കൂടെ അടിക്കുകയാണെങ്കിൽ അത് ഓവറോൾ ലോസിലേക്ക് പോകും. ഓക്കെ, നോക്കാം. ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇനിയിപ്പോൾ ഒരു ട്രേഡ് ഈ സെയിം ഏരിയ നിന്ന് കുറച്ചും കൂടെ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ എടുക്കും. കാരണം അത്രയും ബെയറിഷ് ആയതുകൊണ്ട് താഴേക്ക് വരികയാണെങ്കിൽ നല്ല മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട്. സോ നല്ല ട്രേഡ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഡൗൺ സൈഡിലേക്ക് എടുക്കും. വെയിറ്റ് ചെയ്ത് നോക്കും, അടുത്തൊരു ട്രേഡ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മാർക്കറ്റെല്ലാം ക്ലോസ് ആയി. ഇവിടെ കാണാം കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവിടെ നിന്നൊക്കെ മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് വന്നത്. നല്ല ഹ്യൂജ് ഫാളാണെന്നുണ്ടായത്. മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം അത്യാവശ്യം പിന്നെ ലാസ്റ്റ് ക്യാനിൽ ഒരു ഇവിടുന്ന് ഇതുവരെ പോയിട്ടുണ്ട്. ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. അതെന്തോ ഗ്ലിച്ച് എന്തോ ആണ്. ഇന്നലെ അതേപോലെ ഇവിടുന്ന് ക്ലോസ് ആയിട്ട് ഇവിടെ എവിടെ പോയിട്ടൊക്കെയാണ് നിന്നത്. ഇതാ ഇവിടെ ഒരു ചെറിയൊരു ക്യാൻഡിലുണ്ടല്ലേ, ഇവിടുന്ന് ഒറ്റയടിക്ക് അവിടെ പോയി പിന്നെ രാവിലെ ഇവിടേക്ക് തന്നെ വന്ന്. അതേപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് ഇവിടെയാണ് ക്ലോസ് ആയത്, ഒരു ഹ്യൂജ് ഗ്യാപ്പ് പോലെയൊക്കെ. അതെന്തോ ഗ്ലിച്ചോ കാര്യങ്ങളായിരിക്കും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ബാധിക്കില്ല. അത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഇങ്ങനെ കളിച്ചു. നമ്മൾ 2 ട്രേഡ് എടുത്തു, 2 മെസ്സൽ അടിച്ചു, താഴേക്ക് തന്നെ വന്നു. സോ നമ്മൾ 2 ട്രേഡും ടിപ്പിൽ ഏകദേശം എൻട്രി ഏരിയയിൽ നിന്ന് SL അടിച്ച് കുറച്ചും താഴെ പോയിട്ട് അതേമാതിരി ടാർഗറ്റിൽ വരായത്. ഫസ്റ്റ് ട്രേഡ് നോക്കുകയാണെങ്കിൽ എൻട്രീൻ്റെ ടൈമുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് 9:47 ഇനി 24,650 പുട്ട് ഓപ്ഷനാണ്. 24,650 ഏകദേശം ഈ ഒരു ഏരിയ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ട്രേഡ് കിട്ടിയിരുന്നത്. അത് SL അടിച്ചത് ഈ ക്യാൻഡിലായിരുന്നു, 951 ആ ക്യാൻഡിൽ അടിച്ചത്. അതായത് ഈ ഒരു ടിപ്പ് ഏരിയ നിന്നാണ് SL അടിച്ചത്. SL അടിച്ചതിന് ശേഷം വല്ലാണ്ട് താഴേക്ക് വന്നില്ല. നമ്മളെ വ്യൂ അനുസരിച്ചിട്ട് മാർക്കറ്റ് നല്ല രീതിക്ക് മേലേക്ക് തന്നെ മതി. ഹ്യൂജ് മൊമെൻറ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്രയൊന്നും ക്യാച്ച് ചെയ്യില്ല. നമ്മൾ ടാർഗറ്റ് ഡേ ഹൈ ആണെങ്കിൽ അവിടെ വരെ ക്യാച്ച് ചെയ്യുള്ളൂ. ബട്ട് സ്റ്റിൽ അത്രയും പോക്ക് പോയിട്ടുണ്ട്. പിന്നെ അടുത്ത ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സെക്കൻഡ് ട്രേഡ് 24,600 ആയിരുന്നു. 600-ൽ 11:07
24,600 പുട്ട് ഓപ്ഷൻ 11/7 ആ ട്രേഡോടെ കാണാം. എസ് എൽ അടിച്ചത് ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് 11/18 ഈ ക്യാൻഡിലാണ് എസ് എൽ അടിച്ചത്. ടിപ്പസ്റ്റ് ക്യാൻഡിൽ അത്ര ടിപ്പിലാണ് എസ് എൽ അടിച്ചിട്ട് ഹ്യൂജ് മൊമെൻറ്റം മേലേക്ക് കയറി വന്നത്. ഓക്കെ, അതിനുശേഷം ഈ വരവ് നോക്കേണ്ടത് എന്താണെന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ അത്രയും ബെയറിഷ് ആയിട്ട് മാർക്കറ്റ് വന്നു. ബട്ട് നമുക്ക് വലിയ കാര്യമില്ല. നമ്മൾ ഫസ്റ്റ് എൻട്രി കൺസിഡർ ചെയ്ത ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായിരുന്നത്. ടാപ്പ് ചെയ്തതിനു ശേഷമാണ് ഒരു ഫസ്റ്റ് എൻട്രി നോക്കിയത്. എസ് എൽ അടിച്ചിട്ട് താഴേക്ക് വന്നു. അതേപോലെ സെക്കൻഡ് എൻട്രി പ്ലാൻ ചെയ്ത് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയി. അതും ആക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്ത് ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ എസ് എൽ അടിച്ചിട്ടാണ് വന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ എസ് എൽ ടിപ്പിലടിച്ച് അങ്ങനെ അത്രയും ഹ്യൂജ് മൊമെൻറ്റം പോയാലും ശരി, നമ്മൾ ആവശ്യമില്ലാതെ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതിൻ്റെ പേരിൽ നടുക്കുന്ന ചാടി കയറണം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല. പ്രോപ്പറായിട്ട് ട്രേഡ് വരികയാണെങ്കിൽ എടുക്കും. അത് ടാർഗറ്റോ അല്ലെങ്കിൽ എസ് എൽ ഏതായാലും നമ്മൾ എക്സിറ്റ് ചെയ്യും. 8,000 റുപ്പീസൊക്കെ ഒന്ന് ലോസ് വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ടോട്ടൽ ജേണൽ നോക്കുകയാണെങ്കിൽ ഇതുവരെ 2,298 ആയിരിക്കും നമ്മൾ പ്രോഫിറ്റ്. ഇത് മാറ്റി കൊടുക്കാം. 2,298 ആണ് നമ്മുടെ പ്രോഫിറ്റ്. പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 2298. കാൽക്കുലേറ്റർ 2298 by 2 lakh into 100 1.149 ആണ് നമ്മളെ ഇത് വന്നത് പെർസെൻറ്റേജ്. 1.149 ഇടാം. ഓക്കെ, സോ അതാണ് നമ്മളെ പെർസെൻറ്റേജ് ഇപ്പം നിലവിലുള്ള പ്രോഫിറ്റ്. ഇനി ഒരു എസ് എല്ലും കൂടെ അടിക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ളത് ലോസിലേക്ക് പോകും. ഓക്കെ, സോ ഇപ്പോൾ ചാലഞ്ച് തുടങ്ങിയിട്ട് 2 ദിവസമായി. 3-ാമത്തെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 2-ാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ഡേ ഒരു ട്രേഡായിരുന്നു, സെക്കൻഡ് ഡേ 2 ട്രേഡാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിൽ നാളത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് ഞാൻ എല്ലാ ട്രേഡ്സും കൺസിഡർ ചെയ്യുന്നത്. അതിനുള്ള കാരണം ഇവിടെ ഹയർ ടൈം ഫ്രെയിമിലൊക്കെ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയസ് കളക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. നാളെ ഡൗൺ സൈഡിനായിരിക്കും ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. പിന്നെ താഴോട്ട് വന്ന ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ കളക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നാളെ അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കുള്ളൂ. അതല്ല ഇതേ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മിക്കവാറും മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഓപ്പൺ ആയ ഉടനെ ഇതേപോലത്തെ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇങ്ങോട്ട് വരും. ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു പോക്കാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയത്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റേബിൾ അല്ലാതെ പോയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും സ്റ്റേബിൾ അല്ലാതെ പെട്ടെന്ന് വരും. പിന്നെ കയറണമെങ്കിൽ മെല്ലെ മെല്ലെ കയറി പോകുമായിരിക്കും. അങ്ങനെ ആയിരിക്കും ഉണ്ടാവാനുള്ള ചാൻസ്. സോ ഏകദേശം ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നാളത്തെ മാർക്കറ്റിനനുസരിച്ചിട്ട് ട്രേഡ് നോക്കാം. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം. ഓക്കെ, ബൈ.